കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഇതിനു മുൻപ് ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഇതിനുശേഷമാണ് ഇയാളെ ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഈ പ്രതിയെ 10 മണിക്കൂറിന് ശേഷമാണ് തളപ്പാവിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നും പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദച്ചാമിയെ പോലീസിന് പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സില്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിൽ തുണി കെട്ടിയായിരുന്നു ഈ ജയിൽ ചാട്ടം എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ആദ്യം ഡി ബ്ലോക്കിലായിരുന്നു ഈ ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നത്. പിന്നീട് ഗോവിന്ദച്ചാമി തന്നെ അപേക്ഷ നൽകി ബി ബ്ലോക്കിലേക്ക് മാറുകയായിരുന്നു. ഡി ബ്ലോക്കിൽ അതീവ സുരക്ഷയുള്ള ബ്ലോക്കാണ്. എപ്പോഴും ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുള്ള ബ്ലോക്ക്. ആ ബ്ലോക്കിൽ നിന്നും അപേക്ഷ നൽകി ഡി ബ്ലോക്കിൽ നിന്ന് ബി ബ്ലോക്കിലേക്ക് മാറുകയാണ് ചെയ്തത്. മതിൽ ചാടാൻ ശരീരഭാരം കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ശരീരഭാരം കുറയ്ക്കാൻ 3 നേരം ചപ്പാത്തി മാത്രമാണ് ഗോവിന്ദച്ചാമി കഴിച്ചിരുന്നത്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും. സുനില, ഇനി നമുക്ക് വേണ്ടത് അപ്ഡേഷൻസ് ആണ്. ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഗോവിന്ദച്ചാമി ഉള്ളത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇപ്പോൾ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനിയുള്ള വിവരം തീർച്ചയായും നമുക്കറിയാം. അതീവ കുറ്റകരമായ ഹീനകൃത്യം ചെയ്ത ഈ പ്രതിയെ, ജയിൽ ചാടിയ പ്രതിയെ ഒരിക്കലും അതേ ജയിലിൽ പാർപ്പിക്കില്ല, ജയിൽ ചട്ടങ്ങളനുസരിച്ച്. അതുകൊണ്ട് തന്നെ ജയിൽ മാറ്റമായിരിക്കും ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള ഒരു പോംവഴി. ഇന്ന് തന്നെ ജയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ മറ്റൊന്ന്, ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? ഈ ജയിൽ IG-യുടെ സന്ദർശന ദിവസമായിരുന്നു ഇന്ന്. അന്ന് തന്നെ അവിടെയുള്ള കൊടും ക്രിമിനൽ ജയിൽ ചാടി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. എന്താണ് കൂടുതൽ വിവരം? സുനിൽ ഐസക്കിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. സെല്ലിൻ്റെ ഒരു കമ്പി ഇയാൾ മുറിക്കുകയായിരുന്നു. ഇതിന് അറ്റകുറ്റപ്പണിക്കായി ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം ഇവർ കൈവശപ്പെടുത്തി. 28 ദിവസത്തെ ആസൂത്രണമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ദുരൂഹതയുള്ള ചോദ്യങ്ങൾ ഇതാണ്. അതായത് ജയിലിലെ ചട്ടമനുസരിച്ച് തടവുകാരൻ ആഴ്ചയിലൊരിക്കൽ ഷേവ് ചെയ്യണം, മാസത്തിലൊരിക്കൽ മുടിവെട്ടണം, ജയിലിലെ വസ്ത്രങ്ങളൊക്കെ അണിയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഇവിടെ ഗോവിന്ദച്ചാമി വീഴ്ച വരുത്തിയ കാര്യങ്ങൾക്കൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും സുലൈസക്കിലേക്ക് പോവുകയാണ്. സുലൈസക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമിയെ കണ്ണൂർ കോടതിയിലേക്ക് കൊണ്ടുവരും. കണ്ണൂർ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിനായി അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളിവിടെ കണ്ണൂർ കോടതിക്ക് മുന്നിലാണ് ഉള്ളത്. കോടതിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് ഞാൻ കരുതുന്നത്. 2:45 സമയം. കണ്ണൂർ സുലൈസക്ക് ഞാനൊരു അപ്ഡേറ്റ്സ് കൂടെ നൽകുകയാണ്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് സലാം മുഹമ്മദ് അവിടെ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും നേരെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അപ്പോൾ ഇതിനു ശേഷമേ കോടതിയിലേക്ക് കൊണ്ടുവരികൂ എന്നുള്ളൊരു വിവരം അവിടെ നിന്ന് സലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടാവും. കാരണം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കണ്ണൂർ SCP പ്രദീപൻ കണ്ണിപ്പോലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. SCP പ്രദീപൻ കണ്ണിപ്പോൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. കമ്മീഷണറും അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ 3 മണിക്കാണ് കോടതി വീണ്ടും ആരംഭിക്കുക, ഉച്ചയ്ക്ക് ശേഷം. അതിനായി അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ കോടതിയിലേക്ക് അദ്ദേഹത്തെ ഗോവിന്ദച്ചാമിയെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് മിക്കവാറും ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ കോടതിയിൽ ഹാജരാക്കും, തുടർന്ന് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് നേരെ കണ്ണൂർ ജയിലിലേക്കാണ് പോവുക. അവിടെ നിന്ന് ഇയാളെ
ജയിൽ മാറ്റാനുള്ള സാധ്യതയുണ്ട്. വിയൂരാണ് ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലുള്ളത്. ആ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. യെസ്, കോടതിയിലേക്ക് അല്പസമയത്തിനകം തന്നെ ഗോവിന്ദചാമിയെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിൽ ഐസക്കാണ് കോടതിയുടെ ഫ്രണ്ടിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ആ ഗോവിന്ദചാമി പിടികൂടുന്ന ദൃശ്യങ്ങൾ ഒന്ന് കാണാം. സലാം മുഹമ്മദിന്റെ വിവരങ്ങൾ നൽകാനായി. സലാം, ഈ ടൗൺ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് സലാം ഇപ്പോൾ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും ഗോവിന്ദചാമിയെ കോടതിയിലേക്ക് കൊണ്ടുപോയോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ? പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് 3 മണിയോടുകൂടി ഇയാളെ പുറത്തിറക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ഒരുപക്ഷെ ഒരു 15 മിനിറ്റോളം ചോദ്യം ചെയ്യൽ നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും വലിയ പോലീസ് സന്നാഹം ഈ പ്രദേശത്തുണ്ട്. ഇയാളിൽ നിന്നും ഈ ജയിൽ ചാട്ടം സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 20 ദിവസത്തോളം നീണ്ട ഒരു ആസൂത്രണം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കൂടാതെ ഇയാളുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടി പോലീസ് പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഈ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്തെല്ലാമെന്ന് ഒരുപക്ഷെ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ട് ഇതിലൊരു സ്ഥിരീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയത്. അവിടെ വെച്ചും ദീർഘനേരം ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി 3 മണിയോട് കൂടിയായിരിക്കാം ഈ കേസിൽ, അതായത് ജയിൽ ചാട്ടം സംബന്ധിച്ച് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ തുടർ നടപടി എന്ന നിലയ്ക്ക് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക. അവിടെ വെച്ചായിരിക്കും നിയമ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇയാളുടെ ജയിൽ മാറ്റം സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു സുരക്ഷാ വീഴ്ച, അതീവ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത്ര മേൽ സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് നിന്നും. ശരി സലാമ, ഞാൻ സലാമിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം. അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഗോവിന്ദചാമിയെ മാറ്റിയത് എന്തിന് എന്നുള്ള ചോദ്യം അടക്കം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ആഭ്യന്തര വകുപ്പാണ്.